93ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് ഡിസംബർ 15-ന് ആരംഭം കുറിച്ചിരുന്നു. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളായി വർക്കല ശിവഗിരി മഠത്തിൽ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളായ ജ്ഞാനം, ശുചിത്വം, സംഘാടനം, വ്യവസായം എന്ന സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ആത്മീയ സാമൂഹിക സംഗമമാണ്. ഗുരുദേവൻ അവിടുത്തെ ശിഷ്യപരമ്പരയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി ശിഷ്യപ്രധാനിയായ ബോധാനന്ദ സ്വാമിയെ അഭിഷേകം ചെയ്തതിന്റെ ശതാബ്ദിയുടെയും ഗുരുദേവ മഹാത്മജി സമാഗമ ശതാബ്ദിയുടെ സമാപനത്തിന്റെയും സത്യവ്രത സ്വാമികളുടെ സമാധി ശതാബ്ദിയുടെയും ഗുരുദേവ സ്വാമി ശ്രദ്ധാനന്ദജി സമാഗമ ശതാബ്ദിയുടെയും നിറവിലാണ് 93ാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്. ഒപ്പം മഹാഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വർഷത്തെ തീർത്ഥാടനം നടക്കുന്നത് എന്നൊരു പ്രാധാന്യം കൂടിയുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന മഹാമഹത്തിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളുടെ അധ്യക്ഷതയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായിരുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാകാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പാർലമെന്ററികാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, ശശി തരൂർ MP തുടങ്ങിയ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് തീർത്ഥാടന ലക്ഷ്യങ്ങളായ വിദ്യാഭ്യാസം, ശുചിത്വം, ഗുരുദേവന്റെ ഏകലോക വ്യവസ്ഥിതിയും ആത്മീയതയും ഈശ്വരഭക്തി എന്നീ വിഷയങ്ങളിൽ സമ്മേളനങ്ങൾ നടന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രഗത്ഭരായ വ്യക്തികൾ ഈ സമ്മേളനത്തിൽ പങ്കാളികളായി. മഹാഗുരുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ജീവിതത്തിൽ നേടിയെടുക്കുന്നതിനു വേണ്ടി നടക്കുന്ന ശിവഗിരി തീർത്ഥാടന മഹാമഹം ജനുവരി 5-ന് സമാപിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും പണ്ഡിതരും സാമൂഹ്യ പ്രവർത്തകരും വിശ്വാസികളും പങ്കെടുക്കുന്ന തീർത്ഥാടനത്തിൽ പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, പ്രാർത്ഥനകൾ എന്നിവ സംഘടിപ്പിക്കപ്പെടുന്നു. മതാതീതമായ സഹവർത്തിത്വവും മനുഷ്യ സമത്വവും മുന്നോട്ടുവയ്ക്കുന്ന ഈ തീർത്ഥാടനം നവോത്ഥാന മൂല്യങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുന്ന വേദിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ തീർത്ഥാടന കാലവും ഇവിടെയെത്തുന്ന ഭക്തർക്ക് പുതിയ അനുഭവങ്ങളാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, യോഗനാഥം ന്യൂസ്.